അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മള് സൈക്കോളജി ക്ലാസ്സിന്റെ 5-ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, എന്റെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇതൊക്കെ ഇന്ന് മനസ്സിലാവണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്കറിയാം നമ്മള് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മളെ പേഴ്സണാലിറ്റി, ഒരു പേഴ്സണാലിറ്റി, എന്റെ വ്യക്തിത്വം എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ള എല്ലാ ഡൗട്ടുകൾക്കും ഇന്ന് നമ്മൾ ക്ലാരിറ്റി നൽകാൻ പോവാണ്. ഓക്കെ, ഉത്തരം പറയാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എന്താ ഇങ്ങനെ, നിങ്ങളെന്താ ഉം, നിങ്ങളുടെ സ്വഭാവം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആണല്ലോ, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ എന്ന് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊന്നും ഒരാളുടെ തെറ്റല്ല, ഇത് ഒരാളുടെ പേഴ്സണാലിറ്റി പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ അയാളുടെ വ്യക്തിത്വം, സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഫീൽ ചെയ്യുന്ന രീതിയും റിയാക്ട് ചെയ്യുന്ന രീതിയും ബിഹേവ് ചെയ്യുന്ന രീതിയും നമ്മൾ പെരുമാറുന്ന രീതിയും ഇതെല്ലാം ഉൾപ്പെട്ടതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഒരാളെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മളെ ചിന്തയിൽ നിന്ന് നമുക്ക് ഇമോഷൻസ്, വികാരങ്ങൾ ഉണ്ടാവുന്നു, അതിൽ നിന്ന് നമ്മൾ പെരുമാറ്റങ്ങൾ വരുന്നു, അത് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നു, ഹാബിറ്റായി മാറുന്നു. ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റീന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ചിന്തയിൽ നിന്നാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, മാസങ്ങളെ കൊണ്ടാണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർഷങ്ങളെ കൊണ്ടാണ് ബിൽഡ് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി എങ്ങനെ രൂപപ്പെടുന്നത് നോക്കാം. പേഴ്സണാലിറ്റി 4 പ്രധാന കാര്യങ്ങൾ കൊണ്ടാണ് ഷേപ്പ് ആകുന്നത്. ഒന്ന്, നമ്മുടെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസ്, നമ്മളോട് പേരൻസ് സംസാരിച്ച രീതികള്, അതേപോലെ നമുക്ക് സ്നേഹം കിട്ടിയോ കിട്ടിയില്ലേ, നമുക്ക് പേടിയായിരുന്നോ ചെറുപ്പത്തില്, അല്ലെങ്കിൽ നമ്മളെ കമ്പയർ ചെയ്തിരുന്നോ, ഇതൊക്കെ നമ്മളെ ചെറുപ്പത്തിലുള്ള ചൈൽഡ്ഹുഡ് വൗണ്ട്സ് ആയിട്ട്, മുറിവുകളായിട്ട് നമ്മളെ ഹൃദയത്തിൽ നിലനിൽക്കും. ഇതിന്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മുടെ ആൾട്ടർനേറ്റീവ് പേഴ്സണാലിറ്റി വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ട്രോമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് കുട്ടികളോട് കൂടുതൽ ഷൗട്ട് ചെയ്യരുത്, കൂടുതൽ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ പേഴ്സണാലിറ്റിനെ നന്നായിട്ട് ബാധിക്കും. ഓക്കെ, അതാണ് അഡൾട്ട് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ വ്യക്തിത്വമായിട്ട് വരുന്നത് ഈ ചെറുപ്പത്തിൽ കിട്ടിയ മാനസികാവസ്ഥകൾ മുഴുവനുമാണ്. രണ്ടാമത്തെ കാര്യം നമ്മളെ എൻവിറോൺമെന്റ്, നമ്മളെ പരിസ്ഥിതി, നമ്മളെ വീട്ടിലുള്ള അവസ്ഥ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളെ സ്കൂളിലുള്ള അവസ്ഥ, നമ്മളെ സമൂഹത്തിലുള്ള അവസ്ഥ, നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള, ഇതെല്ലാം ഒരു സമാധാനത്തോടെയുള്ള ഒരു പരിസ്ഥിതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവവും അല്ലെങ്കിൽ നമ്മളെ വ്യക്തിത്വം ഒരു സമാധാനപരമായിരിക്കും. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരാണ്, അങ്ങനെയുള്ള ഒരു പരിസ്ഥിതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉത്കണ്ഠ കൂടുതലായിരിക്കും. ആ രീതിയിലാണ് നമ്മളെ പേഴ്സണാലിറ്റി വരുന്നത്. ഓക്കെ, നാളെ പറ്റി ഭയങ്കര പേടിയായിരിക്കും, നമ്മളും അതേ സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ കാര്യം റിപ്പീറ്റഡ് ഇമോഷൻസ്, ഒരേ ഇമോഷന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, അതാണ് നമ്മളെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്നത്. ഇപ്പം ഒരേ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും പേടിച്ചുകൊണ്ടിരുന്നാല് നമ്മളെ വ്യക്തിത്വവും ഒരു പേടിയുള്ളതായിരിക്കും. എന്ത് കാര്യത്തിനും നമുക്കൊരു പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നാലും മതി. അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് വെച്ചാല്, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ട് വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ
അത് നമ്മളെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കും. അത് കുട്ടികളിൽ നിന്നല്ല, ഏത് സമയത്താണെങ്കിലും നമ്മൾ കൂടുതൽ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നതിനനുസരിച്ച് നമ്മളെ കോൺഫിഡൻസ് ഇല്ലാതാക്കും. പിന്നീടുള്ളത് സ്നേഹം റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വെച്ചാല് നമ്മൾക്കൊരു സെക്യൂർ പേഴ്സണാലിറ്റി ആയിരിക്കും. നമുക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഒരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. ഇനി നാലാമത്തെ കാര്യം സെൽഫ് ബിലീഫ്സ്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഈ വ്യക്തിത്വമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നാലാമത്തെ കാര്യം. നമ്മള് വ്യക്തിത്വം ഉണ്ടാക്കുന്നതിന്റെ നാലാമത്തെ കാര്യം. ഒന്നാമത്തെ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട് നോക്കുന്നത്, ഇപ്പം ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ ഞാൻ ബോൾഡ് അല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മളെ ആ തോട്ടിന്റെ ബാക്കിയായിട്ടാണ് നമ്മളെ ഫീലിങ്സ് വരിക. ഓക്കെ. നമുക്കപ്പം ഞാൻ വീക്കാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം വരും. ഞാൻ ബോൾഡ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മടി വരും, ഒരു ഷൈ ആയിട്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ സംസാരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് അതൊരു പേടിയായിരിക്കും, ടെൻഷനാവും. നമ്മളെ അതായിരിക്കും ഫീൽ ചെയ്യുക, ആ ഒരു പേടി, ടെൻഷൻ, കൈയും കാലും വിറയ്ക്കുക, ഒരു സദസ്സിന്റെ മുന്നിൽ നിന്നൊക്കെ സംസാരിക്കാൻ പറഞ്ഞാല് തൊണ്ട വരളുക, ഇതൊക്കെയും ആ ഫീൽ ചെയ്യാണ്. ആ ഒരു ഉള്ളിലുള്ള എനിക്ക് സംസാരിക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു ചിന്തേന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ അത് കാണും. അങ്ങനെ പിന്നീട് നമ്മളെ വ്യക്തിത്വം തന്നെ, അല്ലെങ്കിൽ നമ്മളെ സ്വഭാവം അതായിട്ട് മാറും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മള് അതിനു പകരം ഞാൻ ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്, ഇങ്ങനെയുള്ള ചിന്തയാണ് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും, നമ്മൾ ആ രീതിയിൽ പെരുമാറും, നമ്മളെ വ്യക്തിത്വം കോൺഫിഡന്റ് ആയിട്ടുള്ള അടിപൊളി വ്യക്തിത്വമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇനി നമ്മൾക്ക് സാധാരണയായിട്ടുള്ള കോമൺ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. ഒന്ന്, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല് സൈലൻസ് ഓക്കെയാണ്, സൈലൻസ് ആണ് കംഫർട്ട് ആയിട്ടുള്ളത്. നമ്മള് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് കംഫർട്ട്, എനിക്ക് സമാധാനം എന്നുള്ള രീതിയിൽ. അതേപോലെ ഒരുപാട് ചിന്തിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും. അതേപോലെ പെട്ടെന്ന് നമ്മളെ എനർജി കുറയും. നമ്മൾ ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ഷീണം വരും, തളർച്ച വരും, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കും. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും അതിന്റെ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ഇതൊരു ഒരു തളർന്ന ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റൂല. അവര് നല്ല ആഴത്തിൽ ചിന്തിച്ച് ഭയങ്കര ചിന്തകൾ കൂടിയ ആളുകളായിരിക്കും ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല്. അതൊരു പ്ലസ് പോയിന്റും കൂടിയാണ്. പിന്നെ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയും. അവർക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഒക്കെ എനർജി കിട്ടും. നമുക്ക് എക്സ്ട്രോവേർട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളരൂല. മറ്റുള്ളവരെ ചിരിയുന്നും കളിയുന്നും ഒക്കെ നമുക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ ദേഷ്യവും സങ്കടവും എല്ലാതും പെട്ടെന്ന് എക്സ്പ്രസീവ് ആണ്, പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു അടുപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റും ആരുമായിട്ടും. ഇത് ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് ഒരു ശ്രദ്ധയില്ലാതെ വരുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും, പുറത്തേക്ക് അത് കാണിക്കും. സ്നേഹമായാലും ദേഷ്യമായാലും ഇഷ്ടമായാലും ഒക്കെയും പുറത്തേക്ക് കാണിക്കും. അതുപോലെ തന്നെ സോഷ്യലായിട്ടും എല്ലാവരുമായിട്ടും ബന്ധമുള്ളവര് എക്സ്ട്രോവേർട്ടുകൾ. അടുത്തതായിട്ട് സെൻസിറ്റിവിറ്റി പേഴ്സണാലിറ്റി. ഇവര് ഫീൽ ഭയങ്കര ഡീപ്പായിട്ടാണ് എന്ത് കാര്യം ഫീൽ ചെയ്യാം. വെച്ചാല് ഈ ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ അത് വല്ലാണ്ട് വേദനിപ്പിക്കും, അല്ലെങ്കിൽ വല്ലാണ്ട് ചിരിപ്പിക്കും. ഇങ്ങനെ എന്ത് ഇമോഷൻസും ഭയങ്കര ഡീപ്പായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യാം. പിന്നെ പെട്ടെന്ന് കരയും, പെട്ടെന്ന് വേദനിപ്പിക്കാൻ കഴിയും. അവർക്ക് മറ്റുള്ളവരോട് ഭയങ്കര എമ്പതി ആയിരിക്കും, ഭയങ്കര സഹതാപം, മറ്റുള്ളവരുടെ വേദനയിൽ ഭയങ്കര വിഷമം. ഇങ്ങനെ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സെൻസിറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവരും വീക്ക് അല്ല, അവര് ഇമോഷണലി ഇന്റലിജന്റ് ആണ്. ഓക്കെ. ഇനി നാലാമത്തെ കൂട്ടർ ആങ്ഷ്യസ് പേഴ്സണാലിറ്റി. ഇത് ഒരുവിധം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ
ആങ്ഷ്യസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഉത്കണ്ഠ, നാളത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, എന്ത് സംഭവിക്കും, മോന് ഇനി വണ്ടി പോയാൽ എന്ത് സംഭവിക്കും, എന്തെങ്കിലും പറ്റുമോ, മോന് തിരിച്ചെത്തോളം ആദ്യാണ്, കല്യാണം കഴിയോളം ആദ്യാണ്, ഇങ്ങനെ ആദ്യകള് പറയുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഇവർ കൂടുതലും ഈ കാറ്റഗറിയാണ് വരുന്നത്. ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ആണ്. അവര് ഭയങ്കരമായിട്ട് ചിന്തിക്കും, ഓവർ തിങ്കിങ് ആണ്. അതുപോലെ തന്നെ നാളെ പറ്റി അവർക്ക് എപ്പോഴും പേടി ഉണ്ടായിരിക്കും. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തായിരിക്കും, മഴ പെയ്താല് വെള്ളം നിറയൂലേ, വെള്ളം നിറഞ്ഞാല് എന്ത് ചെയ്യും, ഈ രീതിയിൽ ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് അത് വെറുതെ പേടിച്ചുകൊണ്ടിരിക്കും. ഇതില് സത്യത്തിൽ ഒരു സത്യം ഉണ്ടാവില്ല, വെറുതെ ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ആലോചനയ്ക്ക് കൺട്രോൾ ആവശ്യമാണ്. ഇത് കൺട്രോൾ ചെയ്യാതെ ചിന്തിക്കുന്നവരാണ് ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ ഉത്കണ്ഠുള്ളവർ, പേടിയുള്ളവർ. അവരെവിടെയെങ്കിലും ഒന്ന് സേഫ്റ്റി നോക്കുന്നവരാണ്. എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുമോ, അവിടെ സമാധാനം ഉണ്ടോ, ഇങ്ങനെ പറയും. ഓ, അവന് കൂടെ പോയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു, അല്ലെങ്കിൽ അവരിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു, ഇങ്ങനെ സമാധാനം ഇല്ല, എവിടെയെങ്കിലും ഒക്കെ കിട്ടുമായിരുന്നു ഇങ്ങനെ തപ്പിത്തരം നടക്കുന്നവരാണ് ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഉള്ളവര്. ഇവരും പറ്റ ബ്രോക്കൺ ആയാലും അല്ലെങ്കിൽ പൊട്ടിപ്പോയാലൊന്നല്ല, പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും, കുറച്ച് മുറിവുകളുണ്ട്, പൊട്ടിയിട്ടില്ല പക്ഷെ മുറിവുകൾ വന്നിട്ടുണ്ട്. അതൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാല്, ഉണക്കി കഴിഞ്ഞാല് ഈ പേഴ്സണാലിറ്റിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഓക്കെ. പിന്നെ ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല, നമുക്ക് എപ്പോൾ വേണേലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് എന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് വെച്ചാല് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്റെ സ്വഭാവം ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇതിൽ നിന്ന് ഇന്ന രീതിയിലേക്കാണ് മാറേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റീനെ മാറ്റാൻ പറ്റും, ഇൻഷാ അള്ളാ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്ന, നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ചെടുക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ല, നമ്മളെ സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് അതിനെ പറയാൻ പറ്റൂല. നമുക്കത് ഇപ്പം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന പാറ്റേണുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഓക്കെ, നമ്മളെ പേഴ്സണാലിറ്റി ഐഡന്റിറ്റിയിൽ നമുക്ക് ആ പാറ്റേൺ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ മാറ്റിയിട്ട്, നമ്മളെ ഇപ്പം എക്സ്ട്രോവേർട്ട് ആയ ഒരാൾക്ക് ഇൻട്രോവേർട്ട് ആവാൻ പറ്റും, ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരാൾക്ക് എക്സ്ട്രോവേർട്ട് ആവാൻ പറ്റും, ഇമോഷണലി ഇന്റലിജന്റ് ആയ ആൾക്ക് അതിൽ നിന്ന് കുറയാൻ പറ്റും. അതുപോലെ ആങ്സൈറ്റി ഉള്ള ആളുകളാണ് വെച്ചാൽ അത് ഒഴിവാക്കിയാണ്ട് പവർഫുൾ ആയി മാറാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മളെ വ്യക്തിത്വം, സ്വഭാവം എന്നല്ല വ്യക്തിത്വം മാറ്റാൻ പറ്റും. വ്യക്തിത്വം മാറ്റുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിന്തകൾ ഉൾപ്പെടെ ആഴത്തിൽ നിന്ന്, ഉള്ളിൽ നിന്നുള്ള വേര് ഉൾപ്പെടെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ഉള്ളിലുള്ള മുറിവുകൾ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും ഇതിലൂടെ. നമ്മളിപ്പോ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടെങ്കിലും അതല്ല എന്റെ ഐഡന്റിറ്റി, അവർക്ക് എന്റെ പ്ലസ് പോയിന്റ് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവര് കുറ്റപ്പെടുത്തുന്നു. പക്ഷെ എന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചേഞ്ച് റിയാക്ഷൻസ്, നമ്മൾ പെട്ടെന്ന് ഉള്ള റിയാക്ഷൻസ്, ഒരു അടി കിട്ടുമ്പോൾ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേന് കരയുക, ഇങ്ങനെ നമ്മളെ ഒരു കാര്യത്തിന് തിരിച്ചുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. എന്നപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് ചെയ്യാനുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. എന്റെ ഡോമിനന്റ് പേഴ്സണാലിറ്റി എന്താണ്, എന്റെ സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എന്ത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, ദേഷ്യമാണോ, സ്നേഹമാണോ, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന, എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ റിയാക്ഷൻ പാറ്റേൺ എന്താണ്, ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടോ, സ്ലോ ആയിട്ടാണോ, എങ്ങനെയാണ്, എന്തൊക്കെ റിയാക്ഷൻ ആണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളെ റിയാക്ഷൻ പാറ്റേൺ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുന്ന ബിഹേവിയർ എന്താണ്,
ആ ഒരു സ്വഭാവം എന്താണ്? എനിക്ക് മാറ്റണം എന്ന് തോന്നുന്ന സ്വഭാവം എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. കാരണം അവയർനെസ് സ്വയം മനസ്സിലാക്കലാണ്, കാര്യങ്ങൾ മനസ്സിലാക്കലാണ് ഏതൊരു കാര്യം ചേഞ്ച് ചെയ്യാനുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓർക്കുക, പേഴ്സണാലിറ്റി ഒരാളുടെ തെറ്റല്ല, പേഴ്സണാലിറ്റി ഒരാളുടെ വിധിയും അല്ല. പേഴ്സണാലിറ്റി ഒരു പാറ്റേൺ മാത്രമാണ്, ഒരു സ്ഥിരമായിട്ട് ഒരു പതിവ് രീതി മാത്രമാണ്. ആ പതിവ് രീതി മാറ്റാനും പറ്റും. അതിലൂടെ നമുക്ക് പേഴ്സണാലിറ്റി മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇന്നത്തെ അഫർമേഷൻ ആണ് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും അവസാനം അഫർമേഷൻസ് പറയാറുണ്ട്. ഇന്നത്തെ അഫർമേഷൻ: ഞാൻ ഇങ്ങനെയാണെന്നത് എന്റെ കുറ്റമല്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നതും എന്റെ വിധിയല്ല. ഇത് എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പാറ്റേൺ മാത്രമാണ്. ആ പാറ്റേൺ എനിക്ക് മാറ്റാൻ കഴിയും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ല എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങൾ നടത്തുന്ന ഒരു ഇസ്ലാമിക് കോഴ്സ് ഉണ്ട്. അപ്പം അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ കമന്റിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇസ്ലാമിക് കോഴ്സ് നടത്തുന്നുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സ് കൊടുക്കാം. താല്പര്യമുള്ളവർ പങ്കെടുക്കാം. ഓക്കെ, ജോയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.